ഹായ് ഓൾ, ഹാപ്പി മോർണിംഗ്. ഭയങ്കര വളരെ 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 ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സന്തോഷവും സമാധാനവും സമൃദ്ധിയും സമ്പത്തും ഒക്കെ നൽകുന്ന മറ്റൊരു ദിവസത്തിലോട്ട് കൂടി നമ്മൾ വന്നിരിക്കുകയാണ്. പ്രപഞ്ച സൃഷ്ടാവിനും പ്രപഞ്ചത്തിനും നമുക്ക് ചുറ്റുമുള്ളവർക്കും നമ്മുടെ ഒരുപാട് അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞു തുടങ്ങുകയാണ്. ഓൾ ദി വെരി ബെസ്റ്റ്. ഹമ്മ് ഹമ്മ് എന്ന് നിങ്ങൾ ഇതിനു മുന്നേ കേട്ടിട്ടുണ്ടോ? എന്താണ് ഈ ഹമ്മ്? കേട്ടിട്ടുണ്ടോ? നിങ്ങൾക്ക് ഒരുപാട് വിഷമങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, കുറെ കാര്യങ്ങൾ നമുക്കറിയാം. ഇങ്ങനെയൊക്കെ പ്രോബ്ലംസിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്. നിങ്ങൾ ആ പ്രശ്നങ്ങളൊക്കെ ഒന്ന് ആലോചിച്ചേ. കുറെ കംപ്ലൈൻസ് ഉണ്ടായിരിക്കാം, കുറെ കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. ഇപ്പൊ ഒരുപാട് ലിസ്റ്റ് വരുന്നില്ലേ നമ്മളുടേതായിട്ടുള്ള പ്രശ്നങ്ങള്, ചുറ്റുമുള്ളവരിലൂടെ നമുക്ക് വരുന്ന പ്രശ്നങ്ങള്, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. ഇതിൽ എന്താണ് ഹമ്മു എന്ന് ചോദിച്ചാല്, ഈ ഹമ്മ എന്ന് പറയുന്ന ആ ഒരു സംഭവം നമ്മൾ തിരിച്ചറിയണം എന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ എല്ലാ കാര്യങ്ങളും പഠിക്കുകയല്ല ചെയ്യുന്നത്. നമുക്ക് നമ്മുടെ സങ്കടങ്ങളെ കുറിച്ച് പഠിക്കാൻ, എല്ലാ സങ്കടവും സങ്കടമാണ്, എല്ലാ ഇഷ്ടവും ഇഷ്ടമാണ്, എല്ലാ സ്നേഹവും സ്നേഹമാണോ? അല്ല. അതിന് അതിന്റെ പല ഭാഷകളും അതിന്റെ പല ഭാവങ്ങളും ടേസ്റ്റും ഒക്കെ വ്യത്യാസമാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഉള്ളിലൊരു പ്രയാസമുണ്ട്, പക്ഷെ അതെന്തുകൊണ്ടാണെന്ന് അറിയില്ല. ഇപ്പൊ കാരണങ്ങളുള്ള വിഷമങ്ങൾ നമുക്ക് അറിയാൻ പറ്റും. ഇതാണ് എന്റെ വിഷമം, ഇതാണ് എന്റെ വിഷമം, ഇതാണ് എന്റെ വിഷമം. ഈ ഇത് വിഷമം ചിലപ്പോൾ പരിഹരിച്ചിട്ടുണ്ടായിരിക്കും, പ്രശ്നം ചിലപ്പോൾ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും, പക്ഷെ മനസ്സിന്റെ ഉള്ളിൽ പറഞ്ഞ് പ്രകടിപ്പിക്കാൻ പറ്റാത്തൊരവസ്ഥ, ഒരു അസ്വസ്ഥമായിരിക്കുന്ന ഒരവസ്ഥ. പക്ഷെ നമ്മൾ വേറൊരാളോട് ഈ ഒരു കാര്യം പറഞ്ഞാൽ, ഇത്രേ ഉള്ളൂ, ഇതിനാണ് അപ്പൊ ടെൻഷൻ എടുക്കുക, സില്ലി, അത് വിട്ടുകളാന്നൊക്കെ പറയും. അതായത് നമ്മൾ അനുഭവിക്കുന്ന അത്രയും തീവ്രത മറ്റൊരാൾക്ക് പറഞ്ഞ് നമുക്ക് നമുക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള രൂപത്തില് നമ്മൾ അത് അനുഭവിക്കുന്ന അതേ പെയിന് വേറൊരാൾക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റില്ല, നമുക്ക് പറഞ്ഞ് പ്രകടിപ്പിക്കാനും പറ്റില്ല, നമുക്കും മനസ്സിലാവില്ല ഇതെന്തിനാണ് ഇത്ര മാത്രം ഞാനിങ്ങനെ സ്റ്റെക്കായിട്ട് വേദനിച്ചിട്ട് നിൽക്കുന്നതെന്ന്. നിങ്ങൾക്ക് അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടാവാറുണ്ടോ? ഉം. ഉണ്ടോ? ഉം. പക്ഷേ ഇതിലാണ് നമ്മൾ ലോക്കാവണ്. ഇപ്പൊ എനിക്കൊരു വിഷമം വന്നു, അപ്പൊ നമ്മള് എപ്പോഴും ആകെ അത് മാത്രമേ ഉള്ളൂ എന്നൊക്കെ. അപ്പൊ ഇത് നമുക്ക് എപ്പോഴും ഒരു സപ്പോർട്ടർ വേണം, അല്ലെങ്കിൽ നമ്മളെ കൂടെ ഉള്ളവർ ഇത് അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. അപ്പൊ നമ്മൾ ഇവരെ ഇങ്ങനെ ധരിപ്പിക്കാൻ വേണ്ടി നോക്കും. പിണങ്ങിയിരിക്കും, ദേഷ്യപ്പെടും, സങ്കടപ്പെടും, അങ്ങനെ പല രീതിയിൽ നമ്മൾ ചിലപ്പോൾ പറഞ്ഞു മനസ്സിലാക്കും, എനിക്കൊരു വിഷയമുണ്ട്, ഇങ്ങനെയാണ് ഇങ്ങനെയാണ്. പക്ഷെ അയാൾക്കത് മനസ്സിലാക്കാൻ സാധിക്കില്ല. നമുക്കപ്പൊ ഇവര് മനസ്സിലാക്കാതെ വരുമ്പോ ഭയങ്കര ദേഷ്യവും വിഷമവും സങ്കടമൊക്കെ കൂടുകയും ചെയ്യും. ഒരു നിസ്സഹായ അവസ്ഥ. ഞാൻ അഗൈൻ പറയുന്നു, എല്ലാ വിഷമവും ഹമ്മല്ല. തേർഡ് പേഴ്സൺ അല്ലെങ്കിൽ സെക്കൻഡ് പേഴ്സണ് മനസ്സിലാക്കാൻ പറ്റില്ല, നമുക്കൊട്ട് പറഞ്ഞും പ്രകടിപ്പിക്കാനും പറ്റില്ല. നമ്മൾ എന്തിൻ്റെയോ, ഇപ്പൊ നൂൽപുട്ടില്ലേ, നൂൽപുട്ട് എന്ന് പറയുന്നത് നമ്മളിങ്ങനെ പിരിച്ചെടുക്കുമ്പോൾ നൂലുകളാണ്. ഓക്കെ, എന്നിട്ട് ഈ ഒരു പുട്ടിലോട്ട് ഇരുന്നതിന് ശേഷം ആവി കയറി കഴിഞ്ഞാൽ പിന്നെ ഓരോന്ന് ഓരോന്ന് തിരിച്ചെടുക്കാൻ പറ്റുമോ? ഒക്കെ കൂടിയിട്ട് ഒരു സെറ്റ് ആയിട്ടുണ്ടാവും, നമുക്ക് അതിൽ ഇങ്ങനെ തിരിച്ചെടുക്കാൻ പറ്റില്ല. അപ്പം ഇതെപ്പോഴും ഈ ഹമ്മ എപ്പോഴും ഈ നൂൽപുട്ട് പോലെ ആയിരിക്കും. നമുക്ക് വരുന്നത് പ്രശ്നങ്ങൾ ഇങ്ങനെ തന്നെയാണ് വരുന്നത്, പക്ഷെ ഇതിനുള്ളിൽ കയറിയാൽ പിന്നെ നമുക്ക് ഇതിൽ ഏതാണ് എന്താണെന്ന് മനസ്സിലാവാത്ത രൂപത്തിലായിരിക്കും. ഇത് നിങ്ങൾ മനസ്സിലാക്കാൻ ആരെയും ശ്രമിപ്പിച്ചിട്ട് കാര്യമില്ല. ഇത് ഒരാളെ ധരിപ്പിക്കും തോറും നമ്മൾ ഈ നൂലിന്റെ ഉള്ളിൽ കിടന്ന് നമ്മൾ പിന്നെയും പിന്നെയും കുഴയുള്ളൂ. എഗെയിൻ ഞാൻ പറയുന്നു, എല്ലാ വിഷമവും ഹമ്മല്ല, ചിലത് മാത്രമാണ് ഹമ്മുള്ളൂ. കാരണങ്ങളില്ലാതെ നമുക്ക് നമ്മളോട് തന്നെ എന്തെന്നറിയാത്ത വിഷമം. ഇപ്പോ
അതെന്താന്ന് വെച്ചാൽ ഇപ്പൊ സ്ത്രീകൾക്ക് ഒരു 30 വയസ്സ് കഴിഞ്ഞാലൊക്കെ സ്വാഭാവികമായിട്ടുള്ളതാ എല്ലാ സുഖവും ഉണ്ടായിരിക്കും, എല്ലാ സന്തോഷവും ഉണ്ടായിരിക്കും. ഞാൻ എന്താ ഇങ്ങനെ, ഞാൻ ഓക്കെ അല്ല, ആഹ് എന്നാ ഇതൊട്ട് ഒരാളോട് പറഞ്ഞ് മനസ്സിലാക്കാനും പറ്റില്ല. നമ്മളൊരു ലോക്കിന്റെ ഉള്ളിൽ കിടന്നിട്ട് അതിനുള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. എന്നാ അതിന്റെ ഉള്ളിൽ തന്നെ നല്ലപോലെ നിൽക്കാനും പറ്റുന്നില്ല. ഒരു പ്രത്യേക അവസ്ഥ. അതില് വിഷമം ഉണ്ടായിരിക്കും. അമ്മ എന്ന് പറയുന്ന സങ്കടാണ്. അതായത് മനസ്സിലാക്കാൻ പറ്റാത്ത, മനസ്സിന് താങ്ങാൻ പറ്റാത്ത സങ്കടം. കാരണങ്ങൾ ഉണ്ടോന്ന് ചോദിച്ചാൽ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ അപ്പൊ ഒരു കാരണമൊന്നും ഉണ്ടാവില്ല. കാരണത്തിന്റെ പുറകിൽ എന്തൊക്കെയോ കാരണങ്ങൾ ഇങ്ങനെ വേറെ വേറെ ഉണ്ടായിരിക്കാം. ചിലപ്പോ കാരണം കഴിഞ്ഞു പോയിട്ടുണ്ടായിരിക്കും. എന്നിട്ട് നമ്മൾ ഈ ഹമ്മില് കിടന്നിട്ട് കുരുങ്ങിയിട്ടായിരിക്കും ഉണ്ടാവുക. ക്ലിയർ? അപ്പൊ ഇതേ ഹമ്മ് എല്ലാവരും അനുഭവിക്കുന്നുണ്ട്. നമ്മൾ മനസ്സിലാവും, നമ്മൾ വിചാരിക്കും ഇപ്പൊ ഒരു അവസ്ഥ, ഇപ്പൊ നിങ്ങളെ ആ ഒരു അവസ്ഥയുടെ പേര് മനസ്സിലായില്ലേ? ഹമ്മാണ് ആ അവസ്ഥ. ആ അവസ്ഥയുടെ കണ്ടീഷനാണ് മറ്റൊരാൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റില്ല. നമ്മൾ അനുഭവിക്കുന്നത് നമുക്ക് തന്നെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ഒരുപക്ഷെ പറ്റിക്കൊള്ളണമെന്നില്ല. നമുക്കത് പ്രകടിപ്പിക്കാനോ അല്ലെങ്കിൽ അതിന്റെ എക്സാക്റ്റ് കാരണം എന്താണെന്ന് എക്സാക്റ്റ് കാരണം എന്താണെന്ന് നമുക്ക് മനസ്സിലാവില്ല. ഒരു ഒരവസ്ഥ. ഇത് നമ്മളെ അവസ്ഥ. ഇനി എനിക്ക് പറയാനുള്ളത്, നിങ്ങളെ കൂടെ ജീവിക്കണവരാണ്. മനുഷ്യന്മാർക്ക് എല്ലാവർക്കും ഈ ഹമ്മ് ഉണ്ടായിരിക്കും. ചെറിയ കുട്ടികൾക്ക് ഉണ്ടായിരിക്കും, വലിയ കുട്ടികൾക്ക് ഉണ്ടായിരിക്കും, പാരൻസിന് ഉണ്ടായിരിക്കും, ഹസ്ബൻഡിന് ഉണ്ടായിരിക്കും, നാട്ടുകാർക്കും എല്ലാവർക്കും ഉണ്ടായിരിക്കും. നമുക്കും അവരുടെ ഹമ്മ് മനസ്സിലാക്കാൻ പറ്റില്ല. നമ്മൾ പറയും, നിങ്ങൾ എന്നോട് പറഞ്ഞോളി, എനിക്ക് മനസ്സിലാവും, എന്താച്ചാ തുറന്നു പറയും, എന്താ അത്ര വിഷമം എന്നൊക്കെ ചോദിച്ചു നോക്കും. പക്ഷെ ഇവർക്കിത് പറയാൻ പറ്റില്ല. അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? കൂടെയുള്ളവർ ആരെങ്കിലും വിഷമിച്ചിരിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്, കാരണങ്ങളില്ലാതെ നമ്മളോട് തന്നെ ദേഷ്യപ്പെടുന്നുണ്ട്. പക്ഷെ എന്താന്ന് ചോദിച്ചാൽ എന്താണ് അവർക്ക് പറഞ്ഞു തരാനും പറ്റുന്നില്ല. അവരുടെ അവസ്ഥ എന്താന്ന് അവർക്കും അറിയില്ല. ഉം. അപ്പൊ ഈ ഹമ്മിൽ പെട്ടിരിക്കുന്ന ഏതെങ്കിലും അവസ്ഥ നമ്മുടെ കൂടെ ഉള്ളവരുണ്ട് വെച്ചെങ്കിൽ അവരോട് കൂടുതൽ കൂടുതൽ ഇത് ചോദിക്കാതിരിക്കുക. കാരണം അവർക്ക് പറഞ്ഞു തരാൻ പറ്റില്ല. ഹമ്മിന്റെ മാത്രം കാര്യമാണ് പറയുന്നത്. കൺഫ്യൂഷൻ ഉണ്ടാവരുത് ട്ടോ. ഹമ്മും വിഷമവും കൂടി കൺഫ്യൂഷൻ ഉണ്ടാവരുത്. ഹമ്മ് ഇങ്ങനത്തെ ഒരു അവസ്ഥയാണ്. ആ അവസ്ഥയിൽ കൂടെ നമ്മളുടെ കൂടെയുള്ളവർ കടന്നു പോകുന്നുണ്ടെന്ന് നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റണം. ഇനി ഇതുവരെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റിക്കോളണമെന്നില്ല. എല്ലാരും ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് വന്നിട്ട് പറഞ്ഞു, എനിക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ എന്നോട് പറയൂല. എന്നോട് പറയാലോ, എനിക്ക് പ്രശ്നം സോൾവ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല, പക്ഷെ എന്നാലും എന്നോട് പറയാലോ. പറയണോണ്ട് ഇപ്പൊ എന്താണ്? ഞാൻ കേൾക്കുമല്ലോ, ഒന്ന് പറഞ്ഞാൽ സമാധാനാവുമല്ലോ എന്നൊക്കെ. ഇയാൾക്ക് ഇത് പറഞ്ഞു തരാൻ പറ്റണില്ലേ? പറഞ്ഞു തരാൻ പറ്റണ്ടേ? എന്താണ് ഈ അവസ്ഥ എന്ന് പറഞ്ഞു തരാൻ പറ്റുണ്ടാവില്ല. അങ്ങനെ ചില സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കും. അപ്പൊ നമ്മളിൽ നിന്ന് എന്തോ മറച്ചു വെക്കുകയാണ് എന്നുള്ളൊരു തോന്നല് വേണ്ട. പുരുഷന്മാർക്ക് ഇങ്ങനെയുള്ള വിഷമങ്ങൾ വന്നാൽ അവർക്ക് ഒറ്റയ്ക്ക് ഇരിക്കാനാണ് ഇഷ്ടം ഉണ്ടാവുക, മിണ്ടാതിരിക്കാനാണ് ഇഷ്ടം ഉണ്ടാവുക. നമുക്ക് ഇങ്ങനെയുള്ള വിഷമങ്ങൾ വന്നാല് നമ്മളെ ഏതെങ്കിലും ഒരു, അതായത് നമുക്ക് ടച്ച് ഇഷ്ടമാണ്, അതായത് ഹഗ് ചെയ്യുക. ഇപ്പൊ ഇവൻ കുട്ടികളെ ആണെങ്കിൽ പോലും നമുക്ക് കുട്ടികളെ ഹഗ് ചെയ്യുക അല്ലെങ്കിൽ ഒന്ന് ചേർത്ത് പിടിക്കുക. സാരല്ല എന്ന് പറയാ. എന്താ കാര്യം എന്നൊന്നും നമ്മളോട് ചോദിക്കണമെന്നില്ല. എന്താണെങ്കിലും കുഴപ്പമില്ല, ഇതൊക്കെ ശരിയാവുമെന്ന് പറയാം. അല്ലാതെ നമ്മളെ പ്രശ്നം എടുത്തിട്ട് നീ ഇങ്ങനെ ചെയ്തത് ശരിയില്ല, അങ്ങനെ ചെയ്തത് ശരിയില്ല, ഇതുകൊണ്ടാവും നിനക്ക് പ്രശ്നം, നീ കരയണ്ടെന്നൊക്കെ പറയുമ്പോൾ ഇത് നമുക്ക് ഭയങ്കര വിഷമം കൂടും. അതുകൊണ്ട് നമുക്ക് സന്തോഷമോ സമാധാനവും കിട്ടൂല. പക്ഷെ നമ്മുടെ പ്രശ്നം ഒന്നും പൂർണ്ണമായി പറഞ്ഞില്ലെങ്കിലും അപ്പുറത്തുള്ള ആള് സാരല്ല, ഇത് ചിലപ്പോ നിന്റെ ഇപ്പത്തുള്ള അവസ്ഥ കാരണമായിട്ട് നോ ഇഷ്യൂ, നമുക്കിതൊക്കെ ശരിയാക്കാം, ഇതൊക്കെ ശരിയായി വരും എന്ന് പറഞ്ഞിട്ട് നമ്മളെ ചേർത്ത് പിടിക്കുകയോ ഇവനൊരു ഷെയ്ക്ക് ഹാൻഡ് തരികയോ നമ്മളുടെ ബോഡിയിൽ ഒന്ന് ടച്ച് ചെയ്ത് നമുക്കൊരു എനർജി പാസ് ചെയ്യുകയോ ഒക്കെ ചെയ്താല് ഈ ഹമ്മ അനുഭവിച്ചിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് നമുക്ക് അതിൽ നിന്നും ഒരു ഷിഫ്റ്റിൽ കൊണ്ടുവരാൻ പറ്റും. ഒരു അല്പ സമാധാനം കിട്ടും.
നിങ്ങളും ഈ അവസ്ഥയിൽ നിൽക്കുമ്പോൾ ഒരാള് നമ്മളെ ഏറ്റവും അടുത്തുള്ള ഒരാള് ഇങ്ങനെയൊക്കെ സമാധാനിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആശ്വാസം ഉണ്ടാവില്ലേ? ഉം. ഉണ്ടാവോ? ഉണ്ടാവും. ഉണ്ടാവും. അത്രേ വേണ്ടുള്ളൂ. നമുക്ക് ഈ പ്രശ്നങ്ങൾ മൊത്തം എടുത്ത് സോൾവ് ചെയ്യൊന്നും വേണ്ട. സാരല്ല എന്നുള്ളൊരു വാക്ക്. പ്രശ്നം കേൾക്കന്നെ വേണമെന്നില്ല. ഏഹ് അപ്പൊ ഇത് 2 ആളുകൾക്കും 2 തരത്തിലാണ്. കുട്ടികൾക്ക് മറ്റൊരു തരത്തിലാണ്. കുട്ടികൾ ഹമ്മില്ലാന്ന് വിചാരിക്കരുത് ട്ടോ. നിങ്ങളും ഞാനും എടുത്തു നോക്കിയാല് നമ്മളുടെ ചെറുപ്പ കാലഘട്ടത്തിലത്തെ ഹമ്മ് കാരണാണ് നമ്മള് പല വിഷമങ്ങളും ഇപ്പോഴും അനുഭവിക്കുന്നത്. നമ്മളെ പല സ്വഭാവങ്ങളും അയിൽന്നാണ് വരുന്നത്. ഇപ്പൊ ചെറുപ്പത്തിൽ ഇപ്പൊ ട്രോമാന്നൊക്കെ പറയില്ലേ? അത് പലതും ഈ ഹമ്മിൽ നിന്നാണ്. അതായത് നമ്മളൊരാളെ കളിയാക്കിയിട്ടുണ്ടാവും. നമുക്കത് അവരോട് തിരിച്ച് പറയാൻ പറ്റിയിട്ടുണ്ടാവില്ല. നമ്മളൊരാൾ കളിയാക്കിയത് തന്നെ നമുക്ക് വീട്ടിൽ വന്നിട്ടോ മറ്റുള്ളവരോടോ പറയാൻ പറ്റുന്നുണ്ടാവില്ല. പക്ഷെ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ വിഷമമായിട്ട് ഒരു സങ്കടം, ഒരു വിഷമം. അത് പിന്നീട് വലുതാകും തോറും നമുക്ക് കോൺഫിഡൻസ് നഷ്ടപ്പെടും. നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടാകും. ഞാന് ഓക്കെ അല്ല, ഞാൻ പൂർണ്ണതയിലെത്തിയിട്ടില്ല എന്ന് വിചാരിക്കും. അപ്പോ നമുക്ക് ചുറ്റുമുള്ള എല്ലാവർക്കും ഈ സംഭവമുണ്ട്. എസ്പെഷ്യലി കുട്ടികള്. നമ്മളുടെ ലൈഫ് ഇപ്പൊ ഇങ്ങനെ ആയി. നമുക്ക് പഠിക്കാനുള്ള ഒരു സാഹചര്യം കിട്ടിയിട്ടുണ്ട്. പക്ഷെ കുട്ടികളെന്ന് വെച്ചാൽ ഈ ഹമ്മിലൂടെ കടന്നു പോകുന്തോറും അവര് സ്വന്തമായിട്ട് പ്രശ്നം സോൾവ് ചെയ്യാൻ നിൽക്കും. അങ്ങനെയാണ് ഈ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വിഷമം, പ്രകടിപ്പിക്കാൻ പറ്റാത്ത വിഷമവും ഉള്ള സമയത്താണ് ഇവർക്ക് എന്തെങ്കിലുമൊക്കെ പുറത്തുനിന്ന് സന്തോഷം, ഈവൻ പ്രണയാകാം, അല്ലെങ്കിൽ ഇപ്പൊ എന്തെങ്കിലുമൊക്കെ ലഹരി വസ്തുക്കൾ പോലെയൊക്കെ എന്തെങ്കിലും തിരിച്ചറിയുമ്പോ അതിലോട്ടൊക്കെ കുട്ടികള് കൂടുതലായിട്ട് പോകുന്നത് അവർക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടൊന്നല്ല. പലർക്കും എന്താന്ന് വെച്ചാല് ഈ ഹമ്മിലൂടെ കടന്നു പോകുന്നവർക്ക് ഇതൊരു ആശ്വാസാണ്. ഇപ്പൊ ചെറിയ ചില്ലറക്കാര് തന്നെയല്ല ഹമ്മെന്ന് മനസ്സിലായില്ലേ? ഉം. ഇനി ഇനി നോക്കുക, നിങ്ങളുടെ ലൈഫ് തന്നെ ഒന്ന് എടുത്തേ. ചെറുപ്പകാലം മുതലുള്ളത് എടുത്തു നോക്കിയാല് ചെറുപ്പകാലം മുതലുള്ള കാര്യങ്ങൾ എടുത്തു നോക്കിയാല് നിങ്ങൾക്ക് മനസ്സിലാകും. കല്യാണം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ചെറുപ്പ കാലഘട്ടത്തിൽ ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനൊക്കെ ചെറിയ പ്രായത്തിലല്ല, ഒരു 8ാം ക്ലാസ്സിൽ 7ാം ക്ലാസ്സിന്റെ വെക്കേഷനിലാണ് ഫസ്റ്റ് പീരീഡ്സ് ആയി, നമ്മളൊരു വലിയ കുട്ടിയായി എന്നുള്ള ഒരു ഇതിലോട്ട് വരുന്നത്. സത്യത്തിൽ എനിക്ക് ഭയമായിരുന്നു. ഏഹ് കാരണം കുറെ കാര്യങ്ങൾ ഇങ്ങനെ എല്ലാരും വന്ന് പറയാ, അങ്ങനെ ഇങ്ങനെ കുറെ ഫുഡ് തരിക, കുറെ ഉപദേശം തരിക. പക്ഷെ നമ്മളെ അടുത്ത് വന്നിരുന്നിട്ട് നമുക്കൊരു ബോധവൽക്കരണം തരാൻ ഒരു മനുഷ്യനും ഉണ്ടായിട്ടില്ല. ഏഹ് നമ്മളെ ഒന്ന് സമാധാനിപ്പിക്കാൻ ഒരു മനുഷ്യനും ഉണ്ടായിട്ടില്ല. ഇപ്പൊ ഇവിടെ ഒരു ഒരു കുട്ടി പറഞ്ഞത്, ഒരു കുട്ടിയല്ല, ഒരു വലിയ സ്ത്രീ അയക്കുന്ന ഒരു സദസ്സിൽ പറഞ്ഞത്, ഫസ്റ്റ് പീരീഡ്സ് ആയ സമയത്ത് തന്നെ ഇത് ഇങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോ അവരുടെ ഉമ്മ അങ്ങോട്ട് ഉറക്കെ കരഞ്ഞു എന്നാണ്. ഉറക്കെ കരഞ്ഞു എന്നാണ്ട് ഈ കുട്ടിക്ക് ഭയാണ് വന്നിട്ടുള്ളത്. ഉമ്മ ചിലപ്പോ എന്റെ മോള് വലിയ ആയില്ലേ എന്നുള്ള ഉമ്മാക്ക് ടെൻഷൻ ഉണ്ടായിരിക്കാം, പല കാര്യങ്ങളും ഉണ്ടായിരിക്കും. പക്ഷെ കുട്ടിക്ക് ഭയങ്കര ഭയം വന്നു. പിന്നെ അതിന്റെ മുകളിൽ എന്ത് തന്നെ ഭക്ഷണം കൊടുത്തിട്ടും എന്ത് തന്നെ ഗിഫ്റ്റ് കൊടുത്തിട്ടും ആ കുട്ടിക്ക് ആ പെയിന്റെ ആ ഒരു ഹമ്മ് മാറില്ല. വർഷങ്ങൾ എടുത്തു അതിൽ നിന്ന് തിരിച്ചു വരാന്ന്. മനസ്സിലാവണ്ട? നമുക്ക് നമ്മളെ വിഷമങ്ങൾ മാത്രം അറിയുള്ളൂ. നമുക്ക് ചുറ്റും അല്ലെങ്കിൽ നമ്മൾ കാരണം വേദനിക്കുന്നവരുടെ ആ ഡെപ്ത് അറിയില്ല. കാരണം ഇത് മനസ്സിലാക്കാൻ പറ്റില്ല. ഹമ്മ് പലര് കാരണം നമുക്കും ഉണ്ടാവും, നമ്മള് കാരണം പലർക്കും ഉണ്ടാക്കും. പിന്നെ വിഷമങ്ങൾ നമ്മളോട് വന്ന് പറയും. അപ്പൊ നമ്മള് ഫുള്ള് കേൾക്കണം. പിന്നെ അതൊന്നും സാരമില്ല, അതൊക്കെ ഇപ്പൊ എല്ലാവർക്കും ഉള്ള തന്നെയാണ്, ഇതിനപ്പൊ ഇത്ര വിഷമിക്കണമെന്ന് വെച്ചിട്ട് നമ്മള് രണ്ട് ഡയലോഗാണ്. പാടില്ല കേട്ടോ. അങ്ങനെ പാടില്ല. കുട്ടികളാണെങ്കിലും ആരാണെങ്കിലും സംസാരിക്കുമ്പോ അത് പൂർണ്ണമായിട്ട് പറയാനുള്ള ഒരു സ്പേസ് കൊടുക്കുക. പറഞ്ഞോട്ടെ, നമ്മളെ കൊണ്ട് ഒന്നും പറ്റില്ല. പക്ഷെ
ഇത് ഇപ്പൊ ചില ആളുകൾക്ക്, ചില പാരന്റ്സിന് അല്ലെങ്കിൽ പാർട്ട്ണർക്കൊക്കെ നമ്മൾ എന്തെങ്കിലും കാര്യം പറയും, ഈ നിസ്സാര കാര്യത്തിനെ പറഞ്ഞിട്ട് അങ്ങോട്ട് നിസ്സാരവൽക്കരിക്കും. ഏഹ് നിസ്സാരവൽക്കരിച്ച് അതിൽ നിന്ന് ഹമ്മ് കൂടുതലായിട്ടുണ്ടാവും. മനസ്സിലാവണ്ട? നമ്മളുടെ വാക്കുകൾക്ക്, പ്രവൃത്തികൾക്ക്, നോട്ടത്തിന്, ചിന്തകൾക്ക് ഒക്കെ എന്താ പറയാ, അത്രയും തീവ്രത ഉണ്ട് ഈ ഒരു സംഭവത്തിന്. ഞാനിപ്പോ ഈ ഹമ്മ് എന്നുള്ള ഒരു പേരിടാതെ ഒരു വിഷമം ഉണ്ട് ഇങ്ങനെയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവോ? മനസ്സിലാവോ? എന്ത് വിഷമം അത് എന്ന് വിചാരിക്കൂലേ? ഇപ്പൊ ഒരു പേരുള്ളതുകൊണ്ട് എനിക്ക് പേര് പറയാൻ പറ്റും ഇതാണ് എന്നുള്ളത്. പക്ഷെ നമുക്ക് ഈ വിഷമം വന്നാൽ എല്ലാവരോടും ഹമ്മാണെന്ന് പറയാൻ പറ്റും? ഇല്ല. അപ്പൊ ചെയ്യാൻ പറ്റുന്ന കാര്യം, ഹമ്മ് വരുമ്പോ നിങ്ങൾ ആരെ അത് എന്താ പറയാ, ഞാൻ അനുഭവിക്കുന്ന സംഭവം ഇതാണ്, നിങ്ങൾ ഇത് അണ്ടർസ്റ്റാൻഡ് ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞ് നിർബന്ധിച്ചിട്ട് ഇത് എന്താ ഒരു വാക്കുണ്ടല്ലോ, നിർബന്ധിച്ചിട്ട് അവരെ ഇതിങ്ങനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കാതിരിക്കുക. അതായത് അവരെ കൊണ്ട് നമ്മളെ അംഗീകരിപ്പിക്കാൻ ശ്രമിപ്പിക്കാതിരിക്കുക. നടക്കൂല. സെക്കൻഡ് വൺ, ഈവൻ നമ്മളുടെ കൂട്ടത്തിൽ ഒരാള് ഈ ഒരു അവസ്ഥയിൽ ഇരിക്കുമ്പോ നമ്മൾ അവരോട് പോയിട്ട് പിന്നെ എന്താന്ന് ചോദിക്കണ്ട. അവർക്ക് എന്താണോ ആശ്വാസം അതിനുള്ള കുറച്ച് സ്പേസ് കൊടുക്കുക. ടെൻഷനിൽ ഇരിക്കുകയാണെങ്കിൽ ഒരു ഗ്ലാസ് ചായ കൂട്ടി കൊടുത്തിട്ട് ഇത് കുടിച്ചോളാം, ടെൻഷനൊക്കെ മാറും എന്ന് പറഞ്ഞിട്ട്. എന്താണ് വിഷമം എന്ന് നമ്മൾ അറിയണ്ട. നമ്മൾ എന്താണ് വിഷമം എന്ന് അവർക്ക് പറയാൻ താല്പര്യമില്ല എങ്കിൽ അവർ പറയേ വേണ്ട. അവർക്കൊരു ആശ്വാസം പുറത്തുനിന്ന് എന്തെങ്കിലും ഒരു സ്പേസ് കൊടുക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്ലസ് ആയിട്ടുള്ള എന്തെങ്കിലും പറയുക. നിങ്ങളെ കൊണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാൻ പറ്റും, ഇറ്റ്സ് ഓക്കെ, പ്രശ്നം എന്താണെന്ന് നമുക്ക് അറിയണ്ട, ഈ ഈ കാര്യങ്ങൾ പറയാം. അപ്പൊ അവര് കുറച്ച് കഴിഞ്ഞാൽ 1-2 പ്രാവശ്യം ഹമ്മിലൂടെ ഒക്കെ കടന്നുപോയാൽ ഇത് നമ്മൾ നിരന്തരമായിട്ട് പറഞ്ഞാല് അവര് നമ്മളോട് തിരിച്ചു പറയും, എനിക്ക് ഇങ്ങനെ ഒരു വിഷമമുണ്ട്. അവർക്ക് ക്ലാരിറ്റി കിട്ടും നമ്മളോട് പറയാൻ പറ്റുമെന്ന്. ക്ലിയർ? പിന്നെ നിങ്ങൾ നിങ്ങളുടെ ഹമ്മ് തിരിച്ചറിയുക. ഇതിനൊക്കെ ഓരോ ഇപ്പൊ കഴിഞ്ഞ ദിവസല്ലേ ഇന്നലെ മുംതാസ് പറയുണ്ടായി, ഞാൻ 2 ദിവസമായിട്ട് ഒരു ഈ ഹമ്മ് പോലത്തെ ഒരു സംഭവത്തിലൂടെ കടന്നു പോയെന്ന് എനിക്ക് മനസ്സിലായിരുന്നില്ല. എല്ലാവർക്കും ജോലിയുടെ കാര്യങ്ങളും ഭാരങ്ങളും വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായി. എനിക്കും ഉള്ള സംഭവം തന്നെയാണ് കേട്ടോ ഇത്. ഞാൻ ഭയങ്കര പെർഫെക്റ്റ് ആണ് എന്നുള്ളതൊന്നും നിങ്ങൾ വെറുതെ തെറ്റിദ്ധരിക്കരുത്. എനിക്കും ഈ വക എല്ലാ സംഭവങ്ങളും ഉള്ളത് തന്നെയാണ്. അപ്പൊ ഇതാണെന്ന് മനസ്സിലായില്ല എന്ന് പറഞ്ഞു. ഇത് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. നമുക്ക് വരുമ്പോ നമ്മള് ഇതിന്റെ ഒരു ഇത് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. പക്ഷെ ഒരു പ്രശ്നം വന്നിട്ട് ഉണ്ട് എങ്കിൽ അതിന്റെ ഇപ്പൊ ലെങ്ത് ഇത്രയാണുള്ളത്, ഇത്രയും സമയം നമ്മൾ ഇതിൽ കിടക്കുന്നുണ്ട്. അപ്പൊ ഇത് ഈ കാര്യമാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അടുത്ത തവണ ഇത്രയും ആക്കണം. 1 മണിക്കൂർ വിഷമിക്കുന്നുണ്ടെങ്കിൽ അത് 10 മിനിറ്റിലോട്ടും 1 മിനിറ്റിലോട്ടും ഒക്കെ കൊണ്ടുവരാൻ പറ്റണം. അത് കൊണ്ടുവരാൻ പറ്റും കേട്ടോ. പ്രാക്ടീസ് ചെയ്താൽ കൊണ്ടുവരാൻ പറ്റും. പെട്ടെന്ന് എന്തെങ്കിലും ആക്ഷൻസ് എടുത്താൽ മതി. ഇപ്പൊ ഞാൻ ഒരു കാര്യം പറയുകയാണെങ്കിൽ, എത്ര മണിയായി? 6 മണി. ഓക്കെ. എനിക്ക് അല്ലെങ്കിൽ ഞാൻ സോൾ മാസ്റ്ററുടെ ക്ലാസ്സിൽ പറയാം കേട്ടോ. എല്ലാം ഇപ്പൊ പറഞ്ഞിട്ട് നിങ്ങളെ കൂടുതൽ ഹമ്മിലാക്കുന്നില്ല. ഓക്കെ, ക്ലിയർ? ഇപ്പൊ പഠിക്കുക, അത് മനസ്സിലാക്കുക, പ്രവർത്തിക്കാക്കുക. ഇനി നിങ്ങൾക്ക് ഹമ്മിൽ നിങ്ങൾ കുരുങ്ങി കിടക്കുമ്പോൾ നിങ്ങളൊന്നുമില്ലെങ്കിൽ മാറി നിന്നിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു മാറ്റം എടുക്കുക. ഈവൻ എന്തെങ്കിലും ഒരു ഗ്ലാസ് ചായ കുടിക്കുക, അല്ലെങ്കിൽ കുറച്ച് നടക്കുക, ഉപഭോഗം എടുക്കുക, എന്തെങ്കിലും കാര്യം പെട്ടെന്നൊരു ഷിഫ്റ്റ് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, ഹമ്മിന്റെ ഡെപ്ത് കുറക്കുക. കുറച്ചു നേരം കിടന്നാലൊന്നും കുഴപ്പമില്ല. പിന്നെ വേറൊരാൾ ഹമ്മിലാണെങ്കിൽ അവരെ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കുക. ഈ 2 കാര്യമാണ് ഒരു 5-6 പ്രാവശ്യമായിട്ട് ഞാൻ അത് പറഞ്ഞിട്ടുള്ളത്. അത് തന്നെയാണ് നിങ്ങൾ ചെയ്യേണ്ടുള്ളൂ. ഓൾ ദി വെരി ബെസ്റ്റ് മൈ ഡിയേഴ്സ്. പതിയെ നിങ്ങൾ കണ്ണുകൾ അടച്ച് കാലുകൾ നിലത്ത് പതിച്ച് ശ്വാസത്തിൽ മാത്രം ശ്രദ്ധിച്ചിരിക്കുക. ശ്വാസത്തിൽ മാത്രം ശ്രദ്ധിച്ചിരിക്കുക. ബ്രീത്ത്സ് ഇൻ, ബ്രീത്ത്സ് ഔട്ട്, ബ്രീത്ത്സ് ഇൻ,
breathe out, breathe in, breathe out. വലത് കൈ ഹൃദയത്തോട് ചേർക്കുക, വലത് കൈ ഹൃദയത്തോട് ചേർത്ത് വെക്കുക. ഉള്ളിന്റെ ഉള്ളിലെ ആ വേദനയോട് സംസാരിക്കുക. ഉള്ളിന്റെ ഉള്ളിലെ ആ വേദനയോട് സംസാരിക്കണം. എന്റെ വേദന എനിക്ക് പലപ്പോഴും മനസ്സിലാക്കാൻ കഴിയുന്നില്ല. എന്റെ വേദന എനിക്ക് പലപ്പോഴും മനസ്സിലാക്കാൻ കഴിയാറേയില്ല. ഞാൻ അതുകൊണ്ട് തന്നെ പല രീതിയിലുള്ള തെറ്റിദ്ധാരണകളിലേക്ക് പോകുമായിരുന്നു. മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ പല രീതിയിലുള്ള തെറ്റിദ്ധാരണകൾ എനിക്കുണ്ടാകുമായിരുന്നു. എൻ്റെ വേദനകൾക്ക് എവിടെയൊക്കെയോ ഞാൻ കൂടി കാരണമാണ്. ഞാൻ അനുഭവിച്ച എല്ലാ വേദനകൾക്കും, അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ വേദനകൾക്കും ഞാൻ എവിടെയൊക്കെയോ കാരണമാണ്. ആ കാരണങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് എനിക്ക് നിർവചിക്കാൻ കഴിയാത്ത ഹമ്മ് എന്ന പെയിന് ഉള്ളത്. ഞാനത് മനസ്സിലാക്കുന്നു. ഒരു വ്യക്തിക്കും പെട്ടെന്ന് അത് മനസ്സിലാക്കി കൊടുക്കാൻ എനിക്ക് കഴിയില്ല. എനിക്കത് പ്രകടിപ്പിക്കാനും കഴിയില്ല എന്നും ഞാൻ ഇന്ന് മനസ്സിലാക്കി. മറ്റൊരാൾക്കുള്ള ഈ ഒരു പ്രയാസം എനിക്കും ഒരു പക്ഷേ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ കഴിയണമെന്നില്ല. പക്ഷേ ഓരോ ദിവസവും കടന്നു പോകും തോറും ഞാൻ അനുഭവിക്കുന്ന ഹമ്മിന്റെ തീവ്രത, അനുഭവിക്കുന്ന ആ സമയത്തിന്റെ ദൈർഘ്യം, സങ്കടം, വിഷമം എല്ലാം തന്നെ കുറച്ച് കൊണ്ടുവരാൻ സാധിക്കും. കാരണം എൻ്റെ വേദനയ്ക്ക് ആശ്വാസമായി ഞാൻ ഒരാളെയും കാത്തു നിൽക്കുന്നില്ല. എൻ്റെ വേദനയ്ക്ക് ആശ്വാസമായി ഞാൻ ഒരാളെയും കാത്തിരുന്നിട്ടും കാര്യമില്ല. I am really sorry. Please forgive me. I thank you. I love you. ഞാൻ എന്നോട് ക്ഷമിക്കുന്നു. ഞാൻ എനിക്ക് മാപ്പ് നൽകുന്നു. ഞാൻ എന്നോട് കടപ്പെട്ടവളാകുന്നു. ഞാൻ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നു. ഓരോ ദിവസവും ഞാൻ മെച്ചപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ഈ ലോകം എന്നെ അംഗീകരിക്കാൻ വേണ്ടി ഇരു കൈകളും നീട്ടിയിരിക്കുന്നു. ഈ ലോകം എനിക്ക് കൂടി അവകാശപ്പെട്ടതാണ്. പ്രതീക്ഷകള്, എനിക്ക് കിട്ടുന്ന അവസരങ്ങള് എല്ലാം ഞാൻ 2 കൈ നീട്ടി സ്വീകരിക്കുന്നു. ഓരോ ദിവസവും ഞാൻ മെച്ചപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. എന്നിലെ കുറവുകളെയും തെറ്റുകളെയും എനിക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നു. അത് തന്നെ വലിയൊരു മാറ്റമായിട്ട് ഞാൻ അംഗീകരിക്കുന്നു. അത് തന്നെ വലിയൊരു മാറ്റമായിട്ട് ഞാൻ കാണുന്നു. I am really sorry. Please forgive me. I thank you. I love you. I love you. I love you. I love you so much. Love you so much. Love you so much. Breathe in. Breathe out. 2 കൈകളെ റബ്ബ് ചെയ്തുകൊണ്ട് ആ ഒരു ചൂട് കണ്ണിന് മുകളിലും ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും വെച്ചുകൊണ്ട് പതിയെ നിങ്ങൾക്ക് കണ്ണുകൾ തുറക്കാം.